ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം. സോ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഡേ 27 റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡ് മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ 5 വൈൽഡ് കാർഡ്സ് വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം ഒറ്റയടിക്ക് 5 പേരൊക്കെ കയറുന്നത് വീട്ടുകാർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം 5 പേര് കയറി. അതുപോലെ തന്നെ ഇന്നത്തെ മെയിൻ എന്ന് പറയുന്നത് ക്യാപ്റ്റൻസി ടാസ്ക്. നമ്മുടെ നെവിനാണെങ്കിലും ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു മെയിൻ ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ കണ്ടന്റ്. സോ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, വൈൽഡ് കാർഡ്സ് വരുന്നു. മറ്റേ ജിഷിനെ ഓരോരുത്തർ പോയിട്ട് നമ്മുടെ വീട്ടിലെ ആൾക്കാർ പോയിട്ട് ഓരോരുത്തർ പോയിട്ട് വൈൽഡ് കാർഡ്സിനെ വിളിക്കുന്നു. ഷാനവാസ് ജിഷിനെ വിളിക്കുന്നു, മസ്താനി വരുന്നു, അനീഷ് പോയിട്ട് പ്രവീണിനെ വിളിക്കുന്നു, സാബുമാൻ എന്നെ ആര്യൻ പോയി വിളിച്ചുകൊണ്ട് വരുന്നു, പിന്നെ ലക്ഷ്മീനെ പോയിട്ട് നെവിൻ വിളിച്ചിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും നമ്മുടെ വീട്ടിൽ കയറുന്നു പുതിയ വൈൽഡ് കാർഡ്സ്. ആദ്യം എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് പുതിയ അംഗങ്ങൾക്കുള്ള ടാസ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 5 പേര് വന്നിട്ട് 3 കാര്യങ്ങളെപ്പറ്റി മറ്റേ ഒരു ആദ്യം പറയേണ്ടത് ഗ്യാങ് കൾച്ചർ തുടങ്ങി വെച്ചത് ആരാണ്, അതിനെപ്പറ്റി പറയണം. ആരായിരിക്കും, ഒരാളുടെ പേര് പറയണം. അറിഞ്ഞിട്ടും കണ്ടിട്ടും കണ്ടില്ല എന്ന മട്ടിൽ മാറിപ്പോകുന്ന ആൾ, അതായത് ഗ്യാങ് വീടുണ്ടെന്ന് അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിൽ നടക്കുന്ന ആൾ, ഈ വീട്ടിൽ നിൽക്കാൻ യോഗ്യതയില്ലാന്ന് കരുതുന്ന ഒരാൾ. അപ്പോൾ ആദ്യം ലക്ഷ്മി വരുന്നുണ്ട്. അപ്പം അക്ബറിനെയാണ് ഗ്യാങ് കൾച്ചർ കൂടെ തുടങ്ങിയ വെച്ചാളെന്ന് പറയുന്നത്. കണ്ടിട്ട് കാണാതെ പോകുന്നു ബിന്നി. ഈ വീട്ടിൽ ഭയങ്കര ബോറായിട്ട് അല്ലെങ്കിൽ കളിക്കുന്നത് പോകേണ്ട ആളെന്ന് പറയുന്നത് ശൈത്യം. മസ്താനി വന്നിട്ട് അപ്പാനി പറയുന്നു മറ്റേ ഗ്യാങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളത് ആര്യനെയാണെന്നുണ്ടെങ്കിൽ ടീമിൻ്റെ ഭാഗമാണ്, എന്നിട്ട് അറിഞ്ഞായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പേര് പറയുന്നു. രേണുവിനെ പറയുന്നുണ്ട് ഈ വീട്ടിൽ രേണുവാണ് ഒന്നും ചെയ്യുന്നില്ല, അപ്പോൾ രേണു പോകേണ്ട ആളെന്ന് പറയുന്നുണ്ട്. പ്രവീണിനെ വിളിച്ചിട്ട് പ്രവീൺ പറയുന്നത് ഷാനവാസിനെയാണ് ഗ്യാങ്ങിൻ്റെ ഇതിൽ പറയുന്നത്. ഒനീൽ ആണ് അറിഞ്ഞിട്ട് അറിയാത്ത പോലെ പറയുന്നത്. അനീഷാണ് ഈ വീട്ടിൽ നിന്ന് പോകേണ്ടതെന്ന് പറയുന്നുണ്ട്. ജിഷിൻ വന്നിട്ട് അഭിലാഷിനെ പറയുന്നുണ്ട് ഗ്യാങ്ങിൻ്റെ ഭാഗമാണെന്നുള്ളത്. ജിസേലിനെ കണ്ടിട്ട് അവരെ ടീമിലെ പല അംഗങ്ങളും പലതും ചെയ്തിട്ടും ജിസേൽ കണ്ണടയ്ക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ റെന ഫാത്തിമയാണ് വീട്ടിൽ നിന്ന് പോകണമെന്ന് റെനയുടെ സൗണ്ടിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ട്. പിന്നെ സാബുമാൻ വന്നിട്ട് പറയുന്നത് നൂറയാണ് ഗ്യാങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അനുമോളെയാണ് അറിഞ്ഞിട്ടും അനു ആണെങ്കിൽ ഗ്യാങ്ങിൻ്റെ ഭാഗമാണ് എന്നിട്ട് അറിയാത്ത പോലെ നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആദിലയാണ് ഈ വീട്ടിൽ നിന്ന് പോകേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ ആര് തിരഞ്ഞെടുക്കാത്തതെന്ന് പറഞ്ഞാൽ നെവിനാണ്. നെവിന് അത് കഴിഞ്ഞിട്ട് നെവിനാണ് ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. അതായത് നെവിനെ തിരഞ്ഞെടുക്കാത്തതിൽ നന്ദി പറയുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്വാഗതം ചെയ്യുക, അതുപോലെ തന്നെ പുതിയ വന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന വെല്ലുവിളികൾ ആരായിരിക്കും വെല്ലുവിളി എന്നുള്ളത് പറയുക എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരെ പറയുന്നുണ്ട്. ജിഷിന് എതിരാളി അനീഷ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. മസ്താനിക്ക് അനുമോളായിരിക്കും ക്യൂട്ട്നെസ് ഇട്ട് വാരി മെഴുകുമെന്നൊക്കെ പറയുന്നുണ്ട്. പ്രവീണ് ഷാനവാസ് ആയിരിക്കും, വൈബ് മാച്ചാകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സാബുമാനൻ നെവിനെ തന്നെ പറയുന്നുണ്ട് എൻ്റെ ഒരു വന്നപ്പോഴേ ചിരിയൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ നെവിനും എപ്പോഴും ചിരിക്കുകയൊക്കെ നടക്കുന്നതല്ല, അതുകൊണ്ട് ചോക്ലേറ്റ് ബോയ് ഇതാണ്. അപ്പം ചിലപ്പോൾ ആര്യനും ഒരു എതിരാളി ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. ലക്ഷ്മിക്ക് എതിരാളിയായിട്ട് പറയുന്നത് ആദ്യം അനുമോളിൻ്റെ ഇത് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ചിലപ്പോൾ നൂറയായിരിക്കും എതിരാളി എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നൂറയും നെവിനും തമ്മിലൊരു ക്ലാഷ് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ എല്ലാവരെയും ഒന്ന് സ്വാഗതം ചെയ്തിട്ട് നെവിൻ പോകുന്നുണ്ട്. പിന്നെ ആദിലയും ജിഷിനും പിന്നെ മസ്താനിയും കൂടെ ഒരു കോൺവെർസേഷൻ കാണിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഗെയിം കണ്ടതിൽ എന്ത് തോന്നുന്നു എന്നൊക്കെ ആദിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും ഇഷ്ടമല്ല എന്നുള്ള രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ ജിഷിനും അനു ആണെങ്കിൽ ജിഷിനെയാണെന്ന് എനിക്ക് അനു കൊണ്ടുവന്ന് നമ്മുടെ വാഷ്റൂമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ കരയുവാണെന്ന്. അപ്പം ജിഷി ചോദിക്കുന്നുണ്ട് നീ നിന്നെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ കരയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചേഞ്ചിങ് റൂമിൽ വന്ന് മാത്രമാണ് കരയുന്നത്, ഇവിടെ എന്നിട്ട് അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തെ ക്യാമറ മറക്കുമെന്നൊക്കെയുള്ള കാര്യം പുള്ളിക്കാരി പറയുന്നുണ്ട്. അഭിലാഷ് ഒനിയിലും ഷാനവാസും ഒക്കെ ആണെങ്കിൽ മസ്താനിയെ പറ്റി പറയുന്നുണ്ട്. അതായത് മസ്താനിയാണെങ്കിൽ രേണുസുദിനെ ആണെങ്കിൽ ചൊറിയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് അതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ മസ്താനിയാണെങ്കിൽ രേണുവിനെയാണെന്ന് എന്ത് പറഞ്ഞ് കളിയാക്കുന്നത്, അതായത് സുധിച്ചേട്ടാ ഞാൻ വന്നു എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇവർ പറയുന്നത്. പിന്നെ നെവിൻ വന്നിട്ട് അനു ശൈത്യയും അല്ല അപ്പോൾ അനുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൗഡർ റൂം ഇരിക്കുന്നത്. അപ്പോൾ ശൈത്യം അങ്ങോട്ട് വരുമ്പോൾ അനു ആണെന്നുണ്ടെങ്കിൽ ശൈത്യനെ കളിയാക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ മെമ്പറാണ്, പക്ഷേ 2 വെള്ളത്തിൽ കാല് വയ്ക്കുക. അപ്പോൾ ശൈത്യക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ശൈത്യം എന്നിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ അന്നേരം അനു പറയുന്നുണ്ട് നീ എന്താ സീരിയസ് ആയിട്ട് എടുക്കുന്നത്, ഇതൊക്കെ തമാശ പറയുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സ്റ്റോർ റൂമിൽ ബിഗ് ബോസ് ഇവർക്ക് ഡ്രസ്സ് കൊടുക്കുന്നത്, പുതിയ വന്ന ആൾക്കാർക്ക് മറ്റേ യൂണിഫോമാണ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം
അത് കഴിഞ്ഞിട്ട് പിന്നെ അവരന്നേരം ബിഗ് ബോസ് നല്ല ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നാൽ ഞങ്ങൾക്ക് തരില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. പിന്നെ ജിഷിനാണ് എന്തോ കുളിക്കാൻ എന്തോ പോയപ്പോൾ അവിടെ തുണി എന്തോ എടുത്ത് വെച്ചിരിക്കുന്ന റെനയുടെയോ ജിസേലിൻ്റെ എങ്ങാണ്ട് ബക്കറ്റിനകത്തല്ല. അപ്പോൾ ആ ബക്കറ്റ് ഒഴിച്ച് തരാനെന്ന് പറയുമ്പോൾ ആര്യനെ എടുത്തിട്ട് കഴിയുന്നത്. അപ്പം ആര്യനെ ജിഷിന്ന് കളിയാക്കുന്ന പെണ്ണുങ്ങളുടെ അടിപ്പാടുടെ കഴിവാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്തോ കളിയാക്കുന്നുണ്ട്. അത്ര വലിയൊരു ഇതായിട്ട് തോന്നിയില്ല. പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, അതായത് ജിസേലും അനുവിനും ലാലേട്ടനൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ശിക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ വീതം ഈ ഒരു ആഴ്ച ഫുള്ള് ജയിലിൽ കിടക്കണം. അപ്പോൾ അവരോട് പറയുന്നുണ്ട് ടൈം ഡിസൈഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ടൈം ഈവനിങ്ങിൽ മതി എന്ന് പറഞ്ഞിട്ട് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. കാരണം പകലായി കഴിഞ്ഞാൽ വെയിലായിരിക്കുമല്ലോ. പിന്നെ അക്ബർ ശൈത്യം കൊണ്ട് ഒരു കോൺവെർസേഷൻ കാണിക്കുന്നത്, പുതിയ ആൾക്കാർ എങ്ങനെയുണ്ടെന്നൊക്കെ ഇത് പറയുന്നത് അവർ സംസാരിക്കുന്നത്. അപ്പോൾ 2 ദിവസത്തെ ചാട്ടേ ഉള്ളൂ എന്നൊക്കെ അക്ബർ ശൈത്യം കൊണ്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ രേണു ആണെങ്കിലും മസ്താനെ പറ്റി പാട്ട് പാടി ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ മസ്താനി പറയുന്നത് ഞാൻ വന്നത് കാരണം മറ്റേ രേണുവിന് ഒരു കണ്ടന്റ് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. അടുത്തത് പറഞ്ഞാൽ ക്യാപ്റ്റൻസി ടാസ്കിനെ പറ്റിയാണ് അനൗൺസ് ചെയ്തത്. അതായത് തന്നിരിക്കുന്ന സമയം കൊണ്ട് 3 പേരുണ്ടല്ലോ, നമ്മുടെ നെവിന്, റെന, ബിന്നി. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യത്തെ ബസ്റ്റർ അടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് കെട്ടണം. കാല് കെട്ടി കഴിഞ്ഞിട്ട് അടുത്ത ബസ്റ്റർ അടിച്ച് കഴിയുമ്പോൾ കാലിലെ കുരുക്ക് അഴിക്കണം, അവനവൻ്റെ കാലിലെ കുരുക്ക് അടിക്കണം. എന്നിട്ട് അടുത്ത ബസ്സിന് മുമ്പേ കുരു കഴിക്കണം. അപ്പോൾ അങ്ങനെ ആദ്യം ഫസ്റ്റ് അഴിക്കുന്ന ആളായിരിക്കും ജയിക്കുന്നത്, കുടിക്കിട്ടേക്കുന്നത് നിന്ന് ഊരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ ലിവിങ് റൂമിലാണല്ലോ വീട്ടിൽ. അപ്പോൾ ജിഷിന് ഇപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് ഈ അക്ബറിനോട് പറയുകയാണ്, ഈ ഇരിക്കുന്നത് തന്നെ ഒരു പാർഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടാണോ ഇരിക്കുക. അപ്പോൾ നൂറ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അക്ബറിൻ്റെ അപ്പാനയുടെ അടുത്തോട്ട് പോയി ഇരിക്കാൻ നോക്കുമ്പോൾ അവർ സമ്മതിക്കുന്നില്ല. ഗ്രൂപ്പുണ്ട്, ഞങ്ങൾ ഗ്രൂപ്പാണ്, അതിന് എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ അവരവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മസ്താനി അതിൽ ഇടപെടുന്നുണ്ട്. നിങ്ങൾ ഗ്രൂപ്പ് ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നത്, പക്ഷേ നിങ്ങൾ തന്നെ ഈ നോമിനേഷനൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്, പുറത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ അത് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അക്ബർ, ഷാനവാസ്, മസ്താനി എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നിവിനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാം മറ്റേ കുടുക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അഴിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ നിവിനാണ് ക്യാപ്റ്റൻസി ടാസ്ക് ജയിച്ചത്. പിന്നെ റെനെ അപ്പാനി തമ്മിൽ നൂറെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതായത് ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആണെങ്കിൽ അനുമോൾ പതുങ്ങിപ്പോയി. എന്നിട്ട് നൂറയാണെന്നുണ്ടെങ്കിൽ നൂറയുടെ സൗണ്ട് കേൾക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള റെന പറയുന്നത്. അങ്ങോട്ടൊന്നും സംസാരിക്കാൻ സമ്മതിക്കത്തില്ല, ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ റെന പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് നോമിനേഷനാണ്. അപ്പോൾ നോമിനേഷൻ ഓൾറെഡി ഉള്ളത്, അത് കഴിഞ്ഞ ആഴ്ച എലിമിനേഷൻ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അവരെ ഓൾറെഡി നെക്സ്റ്റ് വീക്കിലേക്കും കൂടെ ഉണ്ടാവും. ആര്യന, ഒനീല, അഭിലാഷ്, രേണു, ആദില, നൂറ, ബിന്നി, അനുമോള്, ജിസേൽ, ഇത്രയും പേര് അടുത്ത നോമിനേഷനിൽ എന്തായാലും ഉണ്ടാവും. ഇനി അവരല്ലാതുള്ള ആൾക്കാരെ നോമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ക്യാപ്റ്റനെയും പുതിയ കണ്ടസ്റ്റൻസിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ബാക്കിയുള്ളവരെ നോമിനേറ്റ് ചെയ്യും. അപ്പോൾ ഓരോരുത്തരും നോമിനേറ്റ് ചെയ്യുന്നു. രേണു വന്നിട്ട് അക്ബറിനെ റെന ഫാത്തിമ, അനീഷ് വന്നിട്ട് ശരത്ത് വന്നിട്ട് ശരത്ത് അക്ബർ, ബിന്നി വന്നിട്ട് അനീഷ് ഷാനവാസ്, ഒനീൽ വന്നിട്ട് ശരത്ത് റെന ഫാത്തിമ, അപ്പാനി വന്നിട്ട് അനീഷും ഷാനവാസും, ആദിൽ വന്നിട്ട് അപ്പാനി റെന ഫാത്തിമ, നൂറ് വന്നിട്ട് റെന ഫാത്തിമ ശരത്ത്, അക്ബർ വന്ന് അനീഷ് ഷാനവാസ്, മറ്റേ സാബുമാൻ വന്നിട്ട് ശൈത്യ അക്ബർ, ആര്യൻ വന്നിട്ട് അനീഷ് ഷാനവാസ് വന്നിട്ട് അപ്പാനി അക്ബർ, അക്ബർ റെനയും പറയുന്നുണ്ട്, അഭിലാഷ് അക്ബറിനെ റെന വന്നിട്ട് ശരത്ത് ശൈത്യ, പ്രവീൺ വന്നിട്ട് ശൈത്യ റെന ഫാത്തിമ, ജിസേൽ വന്നിട്ട് അനീഷ് ശൈത്യ, ജിഷിൻ വന്നിട്ട് ശൈത്യ അനീഷ്, ലക്ഷ്മി വന്നിട്ട് ശൈത്യ ഷാനവാസ്, മസ്താനി വന്നിട്ട് ഷാനവാസ് അപ്പാനി, നെവിൻ വന്നിട്ട് ഷാനവാസും അപ്പാനി, ഇത്രയും പേര്. അപ്പം അങ്ങനെ വോട്ട് കിട്ടിയത് നോമിനേഷനിലേക്ക് വന്നത് അനീഷ് 6 വോട്ട്, ശൈത്യ 7, അക്ബർ 6 വോട്ട്, ഷാനവാസിന് 7 വോട്ട്, റെന ഫാത്തിമ 7, അപ്പാനിക്ക് 9 വോട്ട്. അങ്ങനെ ഇവരും കൂടെ മറ്റ് ആൾക്കാരുടെ കൂടെ നോമിനേഷനിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ നെവിനും പുതിയ കണ്ടസ്റ്റൻസ് വന്നവർ മാത്രമേ, വൈൽഡ് കാർഡ് മാത്രമാണ് നോമിനേറ്റ് ആവാത്തത്. പിന്നെ അപ്പോൾ മസ്താനി, റെനയും നൂറയും ആദിലയും ജിഷിനും ഒക്കെ എല്ലാം കൂടെ ആയിരുന്നു മറ്റേ പൗഡർ റൂമിൽ നിന്ന് സംസാരിക്കുക. അപ്പം റെനയാണെങ്കിൽ ജിസേലിന് മസാജ് ചെയ്യുന്നതിനെ പറ്റി അവർ സംസാരിച്ച് ലാസ്റ്റിൽ റെനയും നൂറയും തമ്മിൽ ഭയങ്കര അടിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ജിസേലിനെ അനുമോളിനെ ജയിലടയ്ക്കാൻ വേണ്ടി ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. ജയിലടയ്ക്കാൻ ജിസേലിനെ വിളിച്ചിട്ട് ജിസേൽ അതിക്കടെ പോയി മേക്കപ്പ് ഇടുന്നു, അടുക്കളയിൽ നിൽക്കുന്നു, ഒന്നും വരുന്നില്ല. കുറേ വിളിച്ച് കഴിഞ്ഞിട്ട് അപ്പാനെ വിളിച്ച് കഴിഞ്ഞിട്ടാണ് ജിസേൽ വരുന്നത്. അപ്പോൾ അപ്പാനെ ദേഷ്യപ്പെടുന്നുണ്ട്, ആവശ്യമില്ലാത്ത സമയം കളയുവാണെന്നൊക്കെ പറഞ്ഞാണ്. പിന്നെ അനുവും ജിസേലും കൂടെ അതിൻ്റെ അകത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ അവരിങ്ങനെ അനുവിൻ്റെ ഭാവമൊക്കെ ഇങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി ജിസേലാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും പഠിച്ച ആളാണ്. അപ്പോൾ അതായത് അനുവാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് മറ്റേ ചപ്പാത്തിക്കുള്ളിൽ പുള്ളിക്കാരി അല്ല എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ ജിസേൽ അവിടെ ഇവിടെ തൊടാതെ ആൻസർ പറയുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഇത് പോയി. പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആര്യൻ എൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ആര്യനെ അവിടെ നിന്ന് ജിസേലെ പിടിച്ചപ്പോൾ അനുവിൻ്റെ മുഖമൊക്കെ മാറി. ഇവിടെ കിടക്കുന്നിടത്ത് വേറെ ആരും വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അനു അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അനീഷ് ഇടയ്ക്ക് വരുന്നുണ്ട്. അനീഷ് പറയും നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു സ്പേസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ, സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ റെനയും നൂറയും കൂടെ വീണ്ടും മറ്റേ ആ പഴയ ഇതിൻ്റെ ബാക്കി തന്നെ കാണിക്കുന്നത്. അതായത് റെന അന്നേരം കരയുന്നുണ്ട്. റെന അങ്ങനെ കരയുന്നത് നോർമലി കാണാറില്ല. റെന കരയുന്നുണ്ട്. അപ്പോൾ നൂറ ആശ്വസിപ്പിക്കുന്നുണ്ട്.
നീ ഇങ്ങനെ കരയുമെന്ന് ഞാൻ വിചാരിച്ചൊന്നുമില്ല എന്ന് നൂറ പറയുന്നുണ്ട്. ഞാൻ പ്രൊവോക്ക് ചെയ്തതല്ലേ, അപ്പോൾ നീ ഇങ്ങനെ കരയെന്ന് വിചാരിച്ചാൽ അതൊക്കെ പറഞ്ഞാൽ അവർ കോംപ്രമൈസ് ആവുന്നുണ്ട്. പിന്നെ ഷാനവാസ് അക്ബറും തമ്മിൽ ഒരു സംസാരം വരുന്നുണ്ട്. അതായത് ഈ അരനെ കരയുന്ന കണ്ടപ്പോൾ അക്ബർ സമാധാനിപ്പിക്കും. അപ്പം അതിന് പെങ്ങൾക്ക് മറ്റേ ഇത് കഴിഞ്ഞപ്പോൾ ആങ്ങളെ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് കളിയാക്കുന്നുണ്ട്. പിന്നെ ആദില നൂറ അവർ തമ്മിലൊരു ക്ലാഷ് ചെറിയ ക്ലാഷ് എന്നല്ല. അപ്പം റേനയെ പറ്റി റേന കരഞ്ഞപ്പോഴാണെങ്കിൽ നൂറ ആശ്വസിപ്പിച്ചു. അപ്പോൾ എനിക്ക് സിസ്റ്ററിനെ പോലെ എനിക്ക് ഫീൽ ചെയ്തപ്പം അന്നേരം അതിൽ പറയുന്നത് അത് വലിയ ഈസി ആക്കി വിടുകയൊന്നും ചെയ്യേണ്ടായിരുന്നു. അപ്പം അന്നേരം അതിൽ നൂറ് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ റെനോട് ഒരു ഫൈറ്റ് ചെയ്ത് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ താല്പര്യമില്ല, ഒരു സിസ്റ്ററിനെ പോലെ എന്നൊക്കെ പറഞ്ഞ് നൂറ പറയുന്നുണ്ട്. പിന്നെ രേണു മസ്താനിയും തമ്മിൽ വീണ്ടും കോൺവെർസേഷനാണ്. ഞാൻ വിധവയല്ല കയറി വന്നപ്പോൾ സുചേട്ടൻ ഞാൻ വന്നു, അന്നേരം അത് വന്നത് അതിനെ പറ്റിയൊക്കെ മസ്താനി പറയുന്നുണ്ട്. എന്താണ് സുചേട്ടന് സൗകര്യം കൊടുക്കാതിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അന്നേരം രേണു പറയുന്നുണ്ട് സുചേട്ടനെ പിടിച്ചുള്ള കളിയൊന്നും വേണ്ട, അന്നേരം ഞാൻ വിധവയല്ല എന്നൊക്കെ രേണു പറയുന്നത്. അപ്പം മസ്താനി പറയുന്നത് ഇവർക്ക് തലക്കോളവാണ്, വായെടുത്ത കള്ളം പറയത്തില്ല. ഇവർ തമ്മിലുള്ള ഇൻ്റർവ്യൂവിൽ എന്തോ അത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്തോ പറഞ്ഞ കാര്യം കള്ളമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ മസ്താനിയുടെ സംസാരം അങ്ങോട്ട് അത് കുറച്ച് പേഴ്സണലായി പോകുന്ന ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ക്ലാഷ് ഉണ്ടാകുന്നു. പിന്നെ രേണുവിനെ കുറച്ച് എപ്പിസോഡിൽ കാണാൻ പറ്റി. പിന്നെ ഷാനവാസും അനീഷും മറ്റേ നോർമലി അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം പുതിയ പേര് അനീഷ് ഷാനവാസിനെ വിളിക്കുന്നത് കടിഞ്ഞൂൽ പൊട്ടൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ ജിഷിനും അനീഷും കൂടെ വരുന്നുണ്ട്, കിച്ചണിൽ നിന്ന് മാറി സംസാരിക്കാനൊക്കെ പറയുന്നുണ്ട്. പിന്നെ അനുവും ജിസയിലും ഇനി ഞങ്ങൾ വഴക്കുണ്ടാക്കില്ല, ആരും പറയുന്നത് കേൾക്കണ്ടെന്നൊക്കെ അനു പറയുന്നുണ്ട്. അതായത് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഞങ്ങൾ ഇനി വഴക്കുണ്ടാക്കാതെ ഞങ്ങളെ പുറത്തു വിടാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലവിടെ പുറത്തുണ്ട് ഇതെല്ലാം വെറും നാടകമാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവരുടെ സമയം കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറക്കുന്നു. പിന്നെ ലാസ്റ്റ് കാണിക്കുന്ന അതെനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. അതിലെ അനുവും ഷാനവാസ് സോനിയിലും എല്ലാം ഉണ്ട്. അവർ ആരിൻ്റെ ജിസേലിൻ്റെയും കാര്യം പറയുന്നത്. അതായത് ഒരു 2-3 ദിവസമായിട്ട് അവരുടെ കട്ടിൽ കിടക്കുന്നതിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മസ്താനി വന്നിട്ട് ഡയറക്റ്റ് ജിസേലിനോട് ചോദിച്ചു എന്നോ അതൊക്കെ പറഞ്ഞിട്ടാണ് അവരത് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, പക്ഷേ ഇതാണ് അവർ സംസാരിച്ചത്. അപ്പോൾ ഇത്രയുമായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.